Do the multiplications below in head. Write the general principle got from each set as an algebraic identity. അതായത് താഴെ കുറച്ച് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? 43 ഇൻറ്റു 47 ആണ്. 43 എന്ന് വെച്ചാൽ എന്താ? 40 പ്ലസ് 3 ആണ്. ഇൻറ്റു 47 എന്ന് വെച്ചാൽ 40 പ്ലസ് 7 ആണ് അല്ലേ? അപ്പോൾ 43ക്ക് പകരം 40 പ്ലസ് 3യും 47 പകരം 40 പ്ലസ് 7 എഴുതി. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ഏതാ? 40 അല്ലേ? അപ്പോൾ 40 സ്ക്വയർ, പിന്നെ ലാസ്റ്റ് നമ്പേഴ്സ് ഏതാ? പ്ലസ് 3യും പ്ലസ് 7 ആണ്. അപ്പോൾ എന്ത് വരും? 3 പ്ലസ് 7 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്താ? 40 അല്ലേ? ഇൻറ്റു 40 പ്ലസ് ലാസ്റ്റ് നമ്പേഴ്സ് 3യും 7 അല്ലേ? അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് അതായത് 3 ഇൻറ്റു 7 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 40 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 40 ആയതുകൊണ്ട് 2 സീറോസ് വരും. പ്ലസ് 3 പ്ലസ് 7 10 ആണ്. 10 ഇൻറ്റു 40 400 ആണ്. പ്ലസ് 3 ഇൻറ്റു 7 21 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇപ്പോൾ ഇവയുടെ സം എത്രയാണ്? 400 പ്ലസ് 21 421 ആണ്. അപ്പോൾ 1600 പ്ലസ് 421 അതെന്ത് വരും? 2021 ആണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താ? 63 ഇൻറ്റു 67 ആണ്. അപ്പോൾ 63ക്ക് പകരം നമുക്ക് 60 പ്ലസ് 3 എന്ന് എഴുതാം. ഇൻറ്റു 67 പകരം 60 പ്ലസ് 7 എന്ന് എഴുതാം. ഇസിക്കൽ ടു, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് 60 അല്ലേ? രണ്ടിലും 60 ഉണ്ട്. അപ്പോൾ 60 സ്ക്വയർ എന്ന് വരും. പ്ലസ് പിന്നെ രണ്ടാമത്തെ നമ്പേഴ്സ് 3യും 7 ആണ്. അപ്പോൾ 3 പ്ലസ് 7 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 60 അല്ലേ? അപ്പോൾ 60 പ്ലസ് ലാസ്റ്റ് നമ്പേഴ്സ് 3യും 7. അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് 3 ഇൻറ്റു 7. ഓക്കെ, ദാറ്റ് ഈസ് 60 സ്ക്വയർ എന്താ? 6 സ്ക്വയർ 36 ആണ്. അപ്പോൾ 60 സ്ക്വയർ ആയതുകൊണ്ട് 2 സീറോസ് കൂടി വരും. പ്ലസ് 3 പ്ലസ് 7 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 60 600 പ്ലസ് 3 ഇൻറ്റു 7 21. ഓക്കെ, ദാറ്റ് ഈസ് എത്ര വരും? 3600 പ്ലസ് 600 എത്ര വരും? 4200 ആണ്. 4200 പ്ലസ് 21 എന്ത് വരും? 4221 ആണ് ആൻസർ. ഓക്കെ, ഇനി തേർഡ് എന്താണ്? 103 ഇൻറ്റു 107 ആണ്. അതായത് 103 എന്ന് വെച്ചാൽ 100 പ്ലസ് 3 ആണ്. 107 എന്ന് വെച്ചാൽ 100 പ്ലസ് 7 ആണ്. അപ്പോൾ എന്ത് വരും? ഇവയുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിൽ എന്താ? 100 ആണ് അല്ലേ? അപ്പോൾ 100 സ്ക്വയർ പ്ലസ് സെക്കൻഡ് വരുന്ന നമ്പേഴ്സ് 3യും 7 അല്ലേ? അപ്പോൾ 3 പ്ലസ് 7 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 100 പ്ലസ് പിന്നെ ലാസ്റ്റ് നമ്പേഴ്സ് 3യും 7 അല്ലേ? അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് 3 ഇൻറ്റു 7 ദാറ്റ് ഈസ് 100 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 10,000 ആണ്. പ്ലസ് 3 പ്ലസ് 7 10 ആണ്. 10 ഇൻറ്റു 100 1000 വരും. പ്ലസ് 3 ഇൻറ്റു 7 21 അല്ലേ? ഇതെന്ത് വരും? 10,000 പ്ലസ് 1000 11,000 ആണ്. പ്ലസ് 21 എന്ത് വരും? 11,021 വരും അല്ലേ? ഇതാണ് ആൻസർ. ഓക്കെ, ജനറൽ പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൽജിബ്രിക് ഐഡന്റിറ്റി. എല്ലാ ആൻസേഴ്സിലും എന്താണ്? ഫസ്റ്റ് നമ്പർ ചേഞ്ച് ഉണ്ട് അല്ലേ? 40 സ്ക്വയർ പിന്നെ ഇവിടെ 40 വരും. അടുത്തതിലും 60 സ്ക്വയർ പിന്നെ ഇവിടെ 60 വരും. അടുത്തതിൽ 100 സ്ക്വയർ ഇവിടെ 100 വരും. ബാക്കിയൊക്കെ സെയിം ആണ് അല്ലേ? 3 പ്ലസ് 7 3 ഇൻറ്റു 7 എന്താ? സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ചെയ്യുന്ന വാല്യൂസിന് എക്സ് ഒന്ന് കൊടുക്കാം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം എക്സിന് പകരം. അപ്പോൾ 40 60 100 ഒക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. ഇവിടെ എന്ത് വരും? ആദ്യത്തത് 40 പ്ലസ് 3 ആണ് അല്ലേ? അതായത് 40ക്ക് എക്സ് കൊടുത്താൽ ഇതെന്ത് വരും? എക്സ് പ്ലസ് 3 ആവും. പിന്നെ ഇൻറ്റു എക്സ് പ്ലസ് 7 ആവും അല്ലേ? അതേപോലെ താഴെ 60ക്ക് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 വരും. അടുത്തതിലും 100 ആണ് എക്സ്. അപ്പോൾ എന്ത് വരും? 100 എക്സ് പ്ലസ് 3 ആവും. 100 എക്സ് ആവും. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 7 ആവും അല്ലേ? അപ്പം ജനറൽ എന്താ വരുന്നത്? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 ഇസ് ഈക്വൽ ടു എന്ത് വരും? എന്താ കിട്ടുന്നത്? 40 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 7 ഇൻറ്റു 40 എന്താ? എക്സ് അല്ലേ? എക്സ് പ്ലസ് 3 ഇൻറ്റു 7. ഇതാണ് ജനറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എക്സ് പ്ലസ് 3 into x plus 7 is equal to x square plus
3 പ്ലസ് 7 10 അല്ലേ, അപ്പോൾ 10x പ്ലസ് 3 ഇൻറ്റു 7 എന്താ 21 ആണ് അല്ലേ, അപ്പോൾ 21 ഫോർ എനി നമ്പർ എക്സ് അല്ലേ, എക്സ് ഈസ് ഇക്വൽ ടു എനി നമ്പർ. ഇതാണ് ഫസ്റ്റ് ആൾജിബ്രിക് ഐഡന്റിറ്റി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്താണ് 51 ഇൻറ്റു 52 ആണ്. അപ്പോൾ 51നെ നമുക്ക് 50 പ്ലസ് 1 എന്ന് എഴുതാം, 52നെ നമുക്ക് 50 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് നമ്പർ 50 അല്ലേ രണ്ടിലും, അപ്പോൾ 50 സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് 1ഉം 2 ആണ്, അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ അതായത് 50 പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് 1ഉം 2 അല്ലേ, അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് 1 ഇൻറ്റു 2 അതെന്ത് വരും, 50 സ്ക്വയർ എന്താ 5 സ്ക്വയർ 25 ആണ്, പിന്നെ 2 സീറോസ് പ്ലസ് 1 പ്ലസ് 2 എന്താ 3 ആണ്, 3 ഇൻറ്റു 50 150 ആണ് അല്ലേ, പ്ലസ് 1 ഇൻറ്റു 2 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും 2500 പ്ലസ് 150 എത്ര വരും 2650 ആണ്, പ്ലസ് 2 എന്ത് വരും 2652 എന്ന് വരും അല്ലേ. ഇതാണ് ആൻസർ. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു 81 ഇൻറ്റു 82 ആണ്. അപ്പോൾ 81നെ നമുക്ക് 80 പ്ലസ് 1 എന്ന് എഴുതാം, ഇൻറ്റു 82നെ നമുക്ക് 80 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമ്പേഴ്സ് രണ്ടിലും 80 ആണ്, അപ്പോൾ 80 സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് 1ഉം 2 അല്ലേ, അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 80 പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് 1 ഇൻറ്റു 2 അതായത് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 80 സ്ക്വയർ എന്താ 8 സ്ക്വയർ 64 ആണ്, അപ്പോൾ 2 സീറോസ് വരും, പ്ലസ് 1 പ്ലസ് 2 3 ആണ്, 3 ഇൻറ്റു 8 24 ആണ്, അപ്പോൾ 240 വരും, പ്ലസ് 1 ഇൻറ്റു 2 2, അപ്പോൾ ഇതെന്ത് വരും 6400 പ്ലസ് 240 എന്താ 6640 ആണ്, പ്ലസ് 2 എന്ത് വരും 6642. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ 301 ഇൻറ്റു 302 ആണ് അല്ലേ, അപ്പോൾ 301നെ നമുക്ക് 300 പ്ലസ് 1 എന്ന് എഴുതാം, 302നെ നമുക്ക് 300 പ്ലസ് 2 എന്ന് എഴുതാം ഇസിക്കൽ ടു, അപ്പോൾ ഫസ്റ്റ് നമ്പേഴ്സ് രണ്ടിലും 300 ആണ്, അപ്പോൾ 300 സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് 1ഉം 2 അല്ലേ, അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 300 പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് 1ഉം 2 അല്ലേ, അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 300 സ്ക്വയർ എത്രയാണ് 3 സ്ക്വയർ 9 ആണ്, അപ്പോൾ എന്ത് വരും 2 സീറോസ് ഉണ്ട്, അപ്പോൾ അവയുടെ ഡബിൾ എന്ത് വരും 4 സീറോസ് വരും, പ്ലസ് 1 പ്ലസ് 2 3 ആണ്, 3 ഇൻറ്റു 300 എത്രയാണ് 900 ആണ്, പ്ലസ് 1 ഇൻറ്റു 2 2, അപ്പോൾ എന്ത് വരും 90,000 പ്ലസ് 900 എത്ര 90,900 ആണ്, പ്ലസ് 2 എന്ത് വരും 90,902 അല്ലേ. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രിക് ഐഡന്റിറ്റി എന്താണ്, അപ്പോൾ ഇതിൽ 50 50 രണ്ടാമത്തേൽ 80 80 ആണ് വരുന്നത്, മൂന്നാമത്തേൽ 300 300 അല്ലേ, ഇതൊക്കെ ചേഞ്ച് വരുന്നത്, ബാക്കി പ്ലസ് 1 പ്ലസ് 2 ഒക്കെ സെയിം ആണ് അല്ലേ. അതേപോലെ ബാക്കി വരുന്നത് എന്ത് വരും 50 സ്ക്വയർ 80 സ്ക്വയർ 300 സ്ക്വയർ 1 പ്ലസ് 2 എല്ലാത്തിലും കോമൺ ആണ്, പിന്നെ 50 80 300 ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 1 ഇൻറ്റു എല്ലാത്തിലും കോമൺ ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, ആദ്യത്തേതിൽ 50 ആണ് അല്ലേ, അടുത്തതിൽ അത് 80 ആവും, അപ്പോൾ ഈ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, അപ്പോൾ എന്ത് വരും ആദ്യത്തേതിൽ 50 ആണ് എക്സ്, അപ്പോൾ എന്ത് വരും എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അതായത് 50ക്ക് പകരം എക്സ് കൊടുത്തു ഇസിക്കൽ ടു എന്ത് വരും 50 സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 സെയിം ആണല്ലേ എല്ലാത്തിലും ഉണ്ട്, അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 50 ആണ് ചേഞ്ച് ചെയ്യുന്നത്, അത് എക്സ് പ്ലസ് 1 ഇൻറ്റു 2. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യുന്നതിന് മാത്രം എന്ത് കൊടുത്തു എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 3 അല്ലേ, അപ്പോൾ 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 1 ഇൻറ്റു 2 2. ഓക്കെ, ഫോർ എക്സ് ഈസ് ഈക്വൽ ടു എനി നമ്പർ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേസിലെ ആൾജിബ്രിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ്. ചുവടെയുള്ള ഗുണനഫലങ്ങൾ കണക്കാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പേഴ്സ് രണ്ടിൽ എക്സ് ആണല്ലേ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് എന്താ? ലാസ്റ്റ് നമ്പേഴ്സ് 2ഉം 5 അല്ലേ, അപ്പോൾ 2 + 5 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എക്സ് പ്ലസ് ലാസ്റ്റ് നമ്പേഴ്സ് 2ഉം 5 അല്ലേ, അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് 2 × 5 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2 + 5 7 ആണ്, 7 × x 7x ആണ്, പ്ലസ് 2 × 5 10 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൻസർ. ഇനി സെക്കൻഡ്, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ആണല്ലേ. ദാറ്റ് ഈസ് ഇതിന് ഒരു മൈനസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഈ മൈനസ് വരുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2ലും മൈനസ് ഒന്നുമില്ല, അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു അടുത്തതിൽ എക്സ് മൈനസ് 5. മൈനസ് 5നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് എക്സ് മൈനസ് 5നെ നമുക്ക് എക്സ് പ്ലസ് മൈനസ് 5 എന്ന് എഴുതാം അല്ലേ. സോ ദിസ് ഈസ്, അപ്പോൾ ഇതിൽ ഈ രണ്ട് നമ്പേഴ്സിലും ഫസ്റ്റ് നമ്പേഴ്സ് എക്സ് അല്ലേ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് ഏതാ? 2ഉം -5ഉം, അപ്പോൾ അവയുടെ സമ്മ് 2 + -5. 2 + -5 ഇൻറ്റു എന്ത്? ഫസ്റ്റ് നമ്പർ എക്സ് പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 അല്ലേ, 2 ഇൻറ്റു പിന്നെ സെക്കൻഡ് നമ്പേഴ്സ് 2ഉം -5 ആണല്ലേ, അപ്പോൾ 2 × -5 അവയുടെ പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പിന്നെ 2 + -5 എന്ന് വെച്ചാൽ എന്താ? 2 + -5 എന്ന് വെച്ചാൽ പ്ലസ് ഓഫ് മൈനസും മൈനസ് ആണ് അല്ലേ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസായി വരുള്ളൂ. അപ്പോൾ ഇതെന്ത് വരും? 2 - 5 ആണ്. 2 - 5 എന്ന് വെച്ചാൽ എന്താണ്? 5 - 2 3 ആണ് അല്ലേ, അപ്പോൾ 2 - 5 എന്തായിരിക്കും? -3 ആയിരിക്കും അല്ലേ. സോ ദിസ് ഈസ് -3 ആണ്. അപ്പോൾ -3 × x എന്ന് വെച്ചാൽ -3x ആണ്. പിന്നെ പ്ലസ് എന്ത് വരും? 2 × -5. 2 × -5 എന്ന് വെച്ചാൽ എന്താ? ഒരു നെഗറ്റീവ് വരുന്നുണ്ട് അല്ലേ, അപ്പോൾ എന്ത് വരും? -2 × 5 10 അല്ലേ, അപ്പോൾ -10 ആണ് ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് x² - 3x + 10 ആണ്, -10 ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, x - 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ x - 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് -2 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ ഇതിൽ രണ്ടിലും ഫസ്റ്റ് നമ്പേഴ്സ് എക്സ് അല്ലേ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് ഏതാ? -2ഉം 5ഉം, അപ്പോൾ അവയുടെ സമ്മ് -2 + 5 ഇൻറ്റു എക്സ് ആണ് ഫസ്റ്റ് നമ്പർ അല്ലേ, അപ്പോൾ ഇൻറ്റു എക്സ് പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് -2ഉം 5 അല്ലേ, അപ്പോൾ അവയുടെ പ്രോഡക്റ്റ് -2 × 5. ഓക്കെ, അതെന്ത് വരും? എക്സ് സ്ക്വയർ -2 + 5 എന്താണ്? -2 + 5 എന്ന് വെച്ചാൽ സൈഡിൽ നോക്കൂ, ഇവിടെ 2ൻ്റെ സൈന് നെഗറ്റീവ് ആണ്, 5ൻ്റെ സൈന് പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലിയ നമ്പർ 5 ആണ്, മൈനസ് ചെറിയ നമ്പർ 2, എന്നിട്ട് വലിയ നമ്പറായ 5ൻ്റെ സൈന് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 5 - 2 3 അല്ലേ, അപ്പോൾ +3. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? +3 ആണ്. -2 + 5 എന്ന് വെച്ചാൽ +3 ആണ്, അപ്പോൾ ഒരു ഇൻറ്റു എക്സും കൂടി ഉണ്ട്, അപ്പോൾ +3x. പിന്നെ പ്ലസ് എന്താണ് വരുന്നത്? -2 × 5. -2 × 5 എന്താ? 2 × 5 10 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -10 വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? x² + 3x - 10 ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, x - 2 ഇൻറ്റു എക്സ് -5 ആണ്. ഇതെന്ത് വരും? x - 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് -2 എന്ന് എഴുതാം. x - 5നെ നമുക്ക് എന്ത്? എക്സ് പ്ലസ് -5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പേഴ്സ് എക്സ് ആണ് രണ്ടിലും, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പേഴ്സ് -2 -5 ആണ്, അപ്പോൾ അവയുടെ സമ്മ് -2 + -5 ഇൻറ്റു എന്താണ്? എക്സ് പ്ലസ് പ്രോഡക്റ്റ് എന്തിൻ്റെ പ്രോഡക്റ്റ്? ലാസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെ? -2 -5 അല്ലേ, അപ്പോൾ -2 ഇൻറ്റു -5 അതെത്രയാണ്? എക്സ് സ്ക്വയർ എഴുതി, പിന്നെന്താ? -2 + -5. -2 + -5 എന്ന് വെച്ചാൽ എന്താണ്? -2 പ്ലസ് ഓഫ് മൈനസ് എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ് അല്ലേ, അപ്പോൾ ഒരു മൈനസ് ആണ് വരിക, -5 അല്ലേ. അപ്പോൾ -2 -5 എന്താണ്? ഇവിടെ 2ൻ്റെ സൈനും നെഗറ്റീവ്, 5ൻ്റെ സൈനും നെഗറ്റീവ് ആണ് അല്ലേ, അപ്പോൾ എന്ത്? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സെയിം സൈനായ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ, അപ്പോൾ
2 + 5 7. അപ്പോൾ -7 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? -7 ആണ്. ഒരു എക്സും കൂടി ഉണ്ടല്ലേ, അപ്പോൾ -7x. പിന്നെ -2 × -5 എന്താണ്? 2 × 5 10 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അല്ലേ? രണ്ട് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും, പ്ലസ് ആവും. അപ്പോൾ 2 × 5 10 ആയതുകൊണ്ട് ഇതെന്ത് വരും? +10 വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? x² - 7x + 10 ആണ്. ഓക്കെ.